കെ സുരേന്ദ്രൻ ബിജെപി ദേശീയ സെക്രട്ടറി എ പി അബ്ദുള്ളക്കുട്ടിയെ ദേശീയ ഉപാധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി. ബിജെപി ഭാരവാഹികളുടെ പട്ടിക പുറത്ത്. രാംമാധവാണ് ദേശീയ ഉപാധ്യക്ഷൻ. ബി എൽ സന്തോഷ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാകും. ടി ജി സജിത്ത് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. സജിത്ത്, ഇപ്പോഴത്തെ ബിജെപി ഭാരവാഹികളുടെ പുതിയ പട്ടിക പുറത്തു വന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അനുശ്രീ, പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു പുനഃസംഘടന തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിന് പരിഗണന രണ്ട് രീതിയിലാണ് ഉണ്ടായിരിക്കുന്നത്. കെ സുരേന്ദ്രൻ, ബിജെപിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ ദേശീയ സെക്രട്ടറി ആയിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ അനിൽ ആന്റണിക്കും പരിഗണന കിട്ടിയിട്ടുണ്ട്. അനിൽ ആന്റണിയെ ദേശീയ സെക്രട്ടറി പദവിയിലേക്കാണ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും ദേശീയ തലത്തിലുള്ള പരിഗണന അങ്ങനെയാണ് ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനു പുറമെ നിതിൻ നബീന്റെ ടീമിനെ പുനഃസംഘടിക്കപ്പെടുന്നത് ഇങ്ങനെയാണ്. സ്മൃതി ഇറാനി അടക്കമുള്ളവരെ ജനറൽ സെക്രട്ടറിമാരായി ഉൾപ്പെടുത്തുന്നുണ്ട്. ഒപ്പം രാജസ്ഥാന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന വസുന്ധര രാജ സിന്ധ്യയെ വൈസ് പ്രസിഡന്റായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബി എൽ സന്തോഷ് സംഘടനാ സെക്രട്ടറി ആയിരിക്കും. ഈ രീതിയിലുള്ള പുനഃസംഘടനയാണ് ഉണ്ടാവുന്നത്. ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ നിന്നും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിംഗ് കഴിഞ്ഞ പുനഃസംഘടനയിൽ ലഭിച്ചിരുന്നത് എ പി അബ്ദുള്ളക്കുട്ടിയായിരുന്നു, പ്രത്യേകിച്ച് ന്യൂനപക്ഷ മുസ്ലിം മുഖം എന്ന രീതിയിൽ. പക്ഷേ ഇത്തവണ അദ്ദേഹം വൈസ് പ്രസിഡന്റുമാരുടെ പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേരില്ല. അദ്ദേഹത്തെ മാറ്റി എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ രീതിയിൽ കേരളത്തെ ഒഴിവാക്കൽ ഉണ്ടായിട്ടുണ്ട്. കെ സുരേന്ദ്രൻ അടക്കമുള്ളവർക്ക് നേരത്തെ തന്നെ ദേശീയ തലത്തിൽ ഒരു പരിഗണന ഉണ്ടാകുമെന്ന് ഉറപ്പായിരുന്നു. സംസ്ഥാനത്ത് അധ്യക്ഷ പദവി ഒഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ട് കൂടിയും കെ സുരേന്ദ്രന്റെ ഒരു പരിഗണന കിട്ടിയിരുന്നില്ല. ഇതാ ഇപ്പോൾ സുരേന്ദ്രനെ ദേശീയ തലത്തിൽ സെക്രട്ടറിയായി ഉയർത്തുന്നു എന്നതാണ് സാഹചര്യം. ഒപ്പം അനിൽ ആന്റണിയെയും പുനഃസംഘടനയുടെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം പരിഗണന നൽകുന്ന രീതിയിലാണ് ബിജെപിയുടെ പുതിയ ഭാരവാഹി പട്ടിക പുറത്തിറങ്ങുന്നത്. ഇതിൽ പശ്ചിമ ബംഗാളിനടക്കം പരിഗണനയുണ്ട്. പശ്ചിമ ബംഗാൾ നമുക്കറിയാം ബിജെപിക്ക് ഭരണം പിടിക്കാനായ ഒരു സംസ്ഥാനമാണ്. അവിടെ നിരവധി ആളുകൾ തൃണമൂൽ കോൺഗ്രസിൽ നടക്കം ബിജെപി ചേരിയിലേക്ക് ചേരുന്ന സാഹചര്യമുണ്ട്. ഇവർക്കൊക്കെ പരമാവധി പരിഗണന നൽകുന്ന രീതിയിലുള്ള ഒരു പുനഃസംഘടന കൂടിയാണ് ഉണ്ടായിരിക്കുന്നത് എന്നതാണ് സാഹചര്യം. റാം മാധവ്, RSS തലത്തിലെ പ്രമുഖനായ വ്യക്തി റാം മാധവിനെയും വൈസ് പ്രസിഡന്റ് പദവിയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈ പുനഃസംഘടനയിൽ മാറ്റങ്ങൾ. ശരി, ടി ജി സജിത്താണ് കൂടുതൽ വിശദാംശങ്ങൾ.